അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല കാര്യങ്ങളും പല പണ്ഡിതന്മാരും അധ്യാപകന്മാരൊക്കെ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ വളരെ ഭയങ്കരമായ കാര്യങ്ങൾ, പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉപമയിലൂടെ, ഉദാഹരണത്തിലൂടെ, കഥകളിലൂടെ ഒക്കെ പല രീതിയിൽ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. കഥകളിലൂടെ പഠിപ്പിക്കാറുണ്ട്, ഉപമയിലൂടെ പഠിപ്പിക്കാറുണ്ട്, ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാറുണ്ട്. അതുപോലെ ചില സംഭവങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ, നീ അവിടെ പോയി അങ്ങനെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ സംഭവങ്ങളിലൂടെ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പഠിക്കുന്ന രീതി എളുപ്പമാക്കാൻ. അതുപോലെ വിശുദ്ധ ഖുർആൻ നമുക്കറിയാം മനുഷ്യർക്ക് ആകമാനമുള്ള മാർഗ്ഗദർശനമാണ്. ചില ആളുകളെങ്കിലും പറയാറുണ്ട് മറ്റുള്ളവർ എടുക്കേണ്ടതില്ല, വായിക്കേണ്ടതില്ല, പഠിക്കേണ്ടതില്ല. അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് ആകമാനമുള്ള വേദഗ്രന്ഥമാണ്. നമുക്ക് പല വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പലർക്കും ഇങ്ങനെ കൊണ്ടുപോയി പരിഭാഷ കൊടുക്കുന്നതായിട്ട്. അങ്ങനെ പലപ്പോഴും എല്ലാവരും അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. കാരണം മനുഷ്യർക്ക് ആകമാനമുള്ള ഗ്രന്ഥമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ പറയുന്നത്, ഒരു ഉപമ അത് മാത്രം വിശദീകരിക്കാണ് ഞാൻ ഇന്നൊരു വീഡിയോയുമായി വന്നത്. ഒരു ഉപമ അവിടെ പറയുന്നത് വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിൻ്റെ 73-ാമത്തെ വചനം, 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിൻ്റെ 73-ാമത്തെ വചനം. അവിടെ ഒരു ഉപമ പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇപ്പോൾ പല പണ്ഡിതന്മാരുടെ പ്രസംഗം നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ പോലും അള്ളാഹു അല്ലാത്തവർ വിളിക്കാം, ഇപ്പോൾ ശൈഖന്മാരെ വിളിക്കാം, പിന്നെ ഔലിയാക്കളെ വിളിക്കാം, അമ്പിയാക്കളെ വിളിക്കാം എന്നൊക്കെ പറയാറുണ്ട്. പല രീതിയിൽ അങ്ങനെ അവർ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നേരെ കടകവിരുദ്ധമാണ്. അള്ളാഹുവിനല്ലാതെ വിളിക്കാൻ പാടില്ല എന്ന് കർശനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ വിളിക്കുന്നവർക്ക് ദുർബലരാണ്, അവർക്ക് ഒരു കഴിവില്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചായി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഉദാഹരണത്തിലൂടെ ഒരു ഉപമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ഈച്ചയുടെ ഉപമയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അവിടെ 73-ാമത്തെ വചനം, അവിടെ യാ അയ്യുഹന്നാസ് ളുരിബ മസലും ഫസ്തമിഹു ലഹു. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് ആ ഉദാഹരണം തുടങ്ങുന്നത് തന്നെ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. 20-ലധികം സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസ് എന്ന പദം കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഒരു അവസാനത്തെ അധ്യായം 114-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ നാസ്, പീപ്പിൾ, മനുഷ്യൻ എന്ന ഒരു അധ്യായം തന്നെ കാണാൻ വേണ്ടി സാധിക്കും വിശുദ്ധ ഖുർആനിൽ. ഇവിടെ പറയുന്നത് മനുഷ്യരെ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വിളിച്ച്, നമ്മളെ മക്കളൊക്കെ വിളിച്ച് പറയാറുണ്ട്, ഞാൻ അതൊരു കാര്യം പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതേപോലെ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ളുരിബ മസലും, ഇതാ ഒരു ഉദാഹരണം വിവരിക്കുകയാണ്. ഫസ്തമിഉ, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ പറയുന്നത്? അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈ ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിൻ്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയുകയില്ല. അത് അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും രണ്ടാളും ത്വാലിബുൽ മത്ലൂബ്, അപേക്ഷിക്കുന്നവനും രണ്ടാളും ദുർബലൻ തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ ഒരു ഈച്ചയുടെ ഉപമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈച്ച നമുക്കറിയാം. ഇപ്പോൾ ഈച്ചയെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത് മനുഷ്യനൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈച്ച ഉണ്ടെന്നാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഒരു ജീവികളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല, മറിച്ച് മനുഷ്യർക്ക് ഇപ്പോൾ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും നമുക്ക് എല്ലാ മനുഷ്യർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ജീവിയാണ് ഈച്ച. മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ അവർ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. അതായത് മനുഷ്യൻ എവിടെയാണ് മനുഷ്യവാസമുണ്ടോ അവിടെയൊക്കെ ഉള്ള സംഭവമാണ് ഈച്ച. അതുകൊണ്ട് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്, ബൈലക്സികളുണ്ട്, ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പറയാതെ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നിരവധി സ്ഥലത്ത് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇവിടെ ഈച്ചയെക്കുറിച്ച് പറയാൻ ഏതൊരു മനുഷ്യനും മനസ്സിലാകും. ഈച്ചയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ദേവിയാകട്ടെ, ദേവനാകട്ടെ, പിന്നെ ഇതര ഔലിയാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ആരുമാകട്ടെ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരും തന്നെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല കേട്ടോ. എന്നെ അവരെല്ലാവരും ഒത്തുകൂടിയാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. എൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത് മാത്രമല്ല, അവർ ആ ഈച്ച എന്തെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പോലും അവർക്ക് കഴിയില്ല. ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഇപ്പോൾ മകാമിലൊക്കെ പോവുകയാണ്, പല സ്ഥലത്തും അവിടെ പഴവും ഇതൊക്കെ കൊണ്ടുവെക്കാറുണ്ട്, പൊയ്യ്, പഴം, അങ്ങനെ പല സ്ഥലങ്ങൾ. ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ അമ്പലത്തിലൊക്കെ നിങ്ങൾ കാണാം, നമ്മൾ അവിടെ പാലും പഴമൊക്കെ വെക്കാറുണ്ട്. പാലും പഴവും നല്ല നല്ല ഭക്ഷണമൊക്കെ. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ടൂറൊക്കെ പോയ ആളുകൾ, കാണാൻ വേണ്ടി അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോയ ആളുകൾക്കൊന്നും ഇത് എടുക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിന് വെച്ച പ്രസാദമാണ്. പക്ഷേ നിസ്സാരമായിട്ടൊരു ഈച്ച അത് എടുത്തിട്ട് കഴിച്ചിട്ട് പോകുന്നുണ്ടാവും. അതിന് തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഇപ്പോൾ ഫിറോവിനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ റബ്ബുക്കും ലാല എന്ന് പറഞ്ഞ ഫിറോവിൻ, അത്രയും ധിക്കാരിയായ ഫിറോവിൻ്റെ ഒക്കെ ഭക്ഷണത്തിന് മുമ്പിൽ ഇപ്പോൾ ഫിറോൻ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ചിരിക്കുകയാണ്. അത് എടുക്കാൻ വേണ്ടി ഒരു പണിക്കാരൻ, ഒരാൾ, ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഭടൻ പോയിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഈച്ച നിസ്സാരമായിട്ട് അവിടെ നിന്ന് പോയിട്ട് വന്നിട്ട് കഴിക്കുന്നുണ്ടാവും. ഞാൻ പറയാൻ കാരണം മനുഷ്യൻ അത്രക്കും ദുർബലനാണ്. അപ്പോൾ ഈ നമ്മൾ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം അത്രയും ദുർബലമാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട അല്ലാഹുവോട് മാത്രമാണ്. പക്ഷേ ഈച്ചയെക്കുറിച്ച് മാത്രം പറയാൻ എന്താ കാരണം? ഈച്ച നമുക്കറിയാം, ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഈച്ചയെക്കുറിച്ച് പറഞ്ഞാൽ. അതേപോലെ ഈച്ചയുടെ ഭക്ഷണത്തിൻ്റെ രീതി ഇന്ന് പഠനങ്ങൾ നിരവധി പുരോഗമിച്ചു. അതുകൊണ്ട് നമുക്കറിയാം ഭക്ഷണത്തിൻ്റെ രീതി വ്യത്യാസമുണ്ട് ഈച്ചൻ്റെ.
ഈച്ച ഒരു ഭക്ഷണത്തിലിരിക്കുമ്പോൾ അതാദ്യം തന്നെ അതിലേക്കൊരു ദ്രാവകം, ഒരു പ്രത്യേക ദ്രാവകം അതിലേക്ക് സ്രവിപ്പിച്ചിട്ട് അത് ദഹിപ്പിച്ചിട്ടാണ് ഈച്ച കഴിക്കുന്നത്. ഇപ്പോൾ ഈച്ചയെ പിടിച്ചാൽ തന്നെ ആ ഭക്ഷണം കിട്ടില്ല. കാരണം എന്താ, ആ ഈച്ച അത് ഓൾറെഡി ദഹിപ്പിച്ച് കഴിഞ്ഞു, എന്നിട്ടാണ് ഈച്ച ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ രീതിയൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ അതിനൊക്കെ പഠനങ്ങൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, ഈച്ചയുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ. അതുപോലെ ഇവിടെ പറയുന്നത് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ, ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് അല്ലാതെ വിളിക്കാം, ആരെയും വിളിക്കുന്നതിനൊന്നും പ്രശ്നം. അമ്പ്യാക്കളെ വിളിച്ചാൽ എന്താ, മൊയ്ത് ഷേഖിനെ വിളിച്ചാൽ എന്താ, റിഫായ് ഷേഖിനെ വിളിച്ചാൽ എന്താ, ഷെയ്ഖന്മാരെ വിളിച്ചാൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരും തന്നെ, ഒരാളും തന്നെ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാരും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല കേട്ടോ. ഇനി ഈച്ചയെ പിന്നെ അവരെല്ലാവരും ഒത്തുകൂടിയാലും ഈച്ചയെ സൃഷ്ടിക്കില്ല. പിന്നെ ഈച്ചയെ സൃഷ്ടിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് ഈച്ച അവരുടെ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവെക്കാൻ പോലും അവർക്ക് കഴിയില്ല. ലഹഫ ത്വാലിബ് വൽ മത്ലൂബ്, അതായത് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവൻ ദുർബലൻ തന്നെ. അതായത് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ അത് ഈത്തപ്പഴത്തിൻ്റെ പാട, മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും സൃഷ്ടിക്കുന്നില്ലെന്ന്. ഈത്തപ്പഴക്കുരുവിൻ്റെ പാട എത്രയുണ്ടത്? ഈത്തപ്പഴത്തിൻ്റെ കുരു, ചെറിയൊരു കുരു, അതിൻ്റെ പാട അതുപോലും അവർ അധീനപ്പെടുത്തുന്നില്ലെന്ന്. ചിന്തിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.